ഈ കോവിഡിന് ശേഷം ആളുകൾ യാത്ര ചെയ്യുന്ന ടെൻഡൻസി കുറച്ച് മാറിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ പരമ്പരാഗതമായിട്ട് ആളുകൾ ഒരു ചിന്താഗതി ഉണ്ട്. അതായത് നമ്മളെ പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ ഒപ്പം ഒരു യാത്ര പോവുക, അത്തരം കാര്യങ്ങൾ എന്തോ വലിയ അപരാധമാണെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ സൊസൈറ്റി. ആഫ്റ്റർ കോവിഡ് ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ തന്നെ മൈൻഡ് സെറ്റ് മാറി. ഒരുപാട് പ്രായമുള്ള ആളുകൾ മക്കളോട് നമുക്കൊന്ന് യാത്ര പോകണം, നമുക്കൊന്ന് മൂന്നാർ പോകണം, അല്ലെങ്കിൽ നമുക്കൊന്ന് യു എയിലുള്ള ആളുകളാണെങ്കിൽ പല രാജ്യത്തേക്ക് പോകണം അങ്ങനെ പറയാൻ തുടങ്ങി. ആളുകളുടെ മൈൻഡ് സെറ്റ് മാറി. അവർക്കറിയാം നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, എനി ടൈം എനിത്തിങ് വിൽ ഹാപ്പൻ ടു എനിവൺ. അപ്പൊ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറി. അതൊരു വലിയ ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ യു എയിൽ ഒരുപാട് ആളുകൾ ജോർജിയയിലൊക്കെ പോകുന്ന കാണുന്നുണ്ട് അല്ലെ? അതെ, ഇപ്പൊ ജോർജിയയിലേക്ക് ഇപ്പൊ യു എയിൽ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന കാണുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ വിസ തന്നെയാണ് ഒരു കാര്യം. കാരണം ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഓണറബിൾ വിസയാണ് അവർ കൊടുക്കുന്നത്. അത് തന്നെയാണ് മെയിൻ കാര്യം. ജോർജിയയിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാം. ഇപ്പൊ യു എനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു വർക്ക് പ്രഷറിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ ഒരു എസ്കേപ്പ്, അത് ഏറ്റവും അടിപൊളി ഒരു ഡെസ്റ്റിനേഷൻ ജോർജിയ തന്നെയാണെന്ന് തോന്നുന്നു. ഒക്ടോബർ മുതൽ അവിടെ മഞ്ഞ് വീണ് തുടങ്ങുന്നു പറയുന്നേക്കാം. അതെ, ഒക്ടോബർ മുതൽ തന്നെ അവിടെ ഇപ്പം മൗണ്ടൻ ഏരിയസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മഞ്ഞ്. അതേപോലെ തന്നെ ഒരു നവംബർ ഡിസംബറിലേക്കെല്ലാം നമുക്ക് സിറ്റിയിൽ തന്നെ മഞ്ഞ് വീണതാണ്. നമുക്ക് ഇപ്പം യു എയിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് ഒരു സ്നോ എക്സ്പീരിയൻസ് ചെയ്യാന്നാണ് കൂടി. ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ ഒരുപാട് എൻജോയ് ചെയ്യും. അതെ, ഫാമിലി ആയിട്ടെല്ലാം പോകുന്ന ആൾക്കാർക്കെല്ലാം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. മാത്രമല്ല വൈൻ എന്ന് പറയുന്ന ഒരു സംഗതി കോർ പ്രൊഡക്റ്റ് ആണ്. അതെ, ദ ബർത്ത് ഓഫ് വൈൻ, അത് ജോർജിയ എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ പിന്നെ വേൾഡ് ഡീപ്പസ്റ്റ് കേവ് അതും ഫൗണ്ട് ചെയ്തത് ജോർജിയയിലെ കൺട്രി തന്നെയാണ്. അതുപോലെ ഈ അവിടുന്ന് വൈൻ നമ്മൾ കുടിക്കുമ്പോൾ ജോർജിയക്കാർ ഒരിക്കലും നമ്മളെ ഒറ്റക്ക് വൈൻ കുടിക്കാൻ സമ്മതിക്കില്ല. അതെ, 2-3 ആളുകൾ വേണമെന്ന് പറയുന്നത്. എപ്പോഴും അവരെ ഈ ഒരു വെൽക്കമിങ് ചെയ്യുന്നത് വൈൻ കൊടുത്തിട്ടാണ് അവർ വെൽക്കമിങ് ചെയ്യുന്നത്. എവിടെ പോയാലും റെസ്റ്റോറൻറ്റിൽ പോയാലും എവിടെ പോയാലും അവർ ഫസ്റ്റ് ലൈക്ക് ഷെയറിംഗ് ഫീലിംഗ്സ് ടുഗദർ. അതെ, വൈനാണ് അവിടെ വെൽക്കമിങ് ഡ്രിങ്ക് ആയിട്ട് അവിടെ എല്ലായിടത്തും കൊടുക്കും. അതായത് ലൈഫിൽ അറ്റ് എ ടൈം മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു രാജ്യം തന്നെയാണ്. തീർച്ചയായും അല്ലെ? മാത്രമല്ല യു എയിൽ റെസിഡൻസ് വിസയുള്ള ആളുകൾക്ക് വിസ റിലേറ്റഡ് ഹാസൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പോയിട്ട് വരാം. തീർച്ചയായും അവിടെ കോസ്റ്റ് ഫ്രണ്ട്ലിയും കൂടെ ആണെന്ന് തോന്നുന്നു അല്ലെ? ബജറ്റ് ഫ്രണ്ട്ലി ആണ്. അത് ഇപ്പം മെയിൻലി നമ്മളിപ്പം യു എയിലുള്ള ആൾക്കാർ ഇപ്പം 2500 30,000 ലെവലിൽ സാലറിയുള്ള ആൾക്കാർക്കും പോകാൻ പറ്റിയ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് ജോർജിയ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മള് പണ്ടത്തെ ആൾക്കാരെ പോലെ ഈ അവരവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ട് ഇപ്പം. അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഈ യു എന്ന് വർക്ക് ചെയ്യുന്നതും ഇപ്പം നാട്ടിലേക്ക് ഫണ്ട് അയക്കുക എന്നുള്ള സംഭവത്തിൻ്റെ അപ്പുറത്തേക്ക് അവരവർക്ക്, അതായത് ദേ ആർ ജസ്റ്റ് ഡൂയിങ് സംതിങ് ഫോർ ദംസെൽഫ് എന്നുള്ളൊരു സമ്പ്രദായത്തിലേക്ക് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ബജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള നിലയിൽ ഇപ്പം ഈ 3000 ലെവലിൽ സാലറിയുള്ള ആൾക്കാർക്കും ജോർജിയയിലേക്ക് പെട്ടെന്ന് തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റും. മെയിൻലി എന്ന് പറഞ്ഞാൽ ഈ വിസന്റെ അസിൽസ് ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പം ടാബി എന്നുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പം മന്ത്ലി ഒരു 500 ആ ഒരു ലെവലിൽ മാറ്റി വെക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ജോർജിയ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. അതേപോലെ യാത്രയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ദുബായ് ഇന്ന് കാണുന്ന ദുബായ് ആവാനുണ്ടായ ബേസിക് റീസൺ എന്ന് പറയുന്നത് യാത്രയാണ്, ട്രാവലിംഗ് ആണ്. അതായത് നമ്മളെ ഈ ദുബായ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവർ ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് രാജ്യത്ത് എന്ത് പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാലും അത് ഈ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ കണ്ടിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് മക്തൂം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം വൺ ഓഫ് ദ ടോപ്പ് എന്ന് പറയുമ്പോൾ മറുപടി കൊടുക്കുന്നത് വൈ നോട്ട് വി, എന്തുകൊണ്ട് നമുക്കിത് പറ്റുന്നില്ല. അപ്പോൾ ദുബായിന്റെ ഒരു വിഷൻ തന്നെ വെൻ ഇറ്റ് കംസ് ടു ട്രാവലിംഗ് ഇറ്റ്സ് ആക്ച്വലി കണക്റ്റഡ്. അതാണ് ഇതിന്റെ ഒരു ബേസിക് തിയറി. അതുപോലെ നമ്മള് പിന്നെ പേഴ്സണലി പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന ആളുകളായിരിക്കും. കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഒരുപാട് സൈക്കോളജിസ്റ്റ് പറയുന്ന കാര്യം, നമ്മൾ ദാമ്പത്യത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് മേക്ക് എ ട്രാവൽ. നമ്മൾ ഒന്നായിട്ട് 2 പേരും കൂടെ ഒരു യാത്ര ചെയ്യുക. 2 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിങ്ങൾ യാത്ര ചെയ്യുക. ഒരു 5-6 ദിവസം നിങ്ങൾ യാത്ര ചെയ്യുക. തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങളിടയിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അതോടെ തീർന്നിരിക്കുന്നു. ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർക്ക് വേണ്ടി ട്രാവൽ ചെയ്യാൻ ഉള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഇപ്പം ഈ ഒരു പൈസയുടെ, അതായത് ആ ഒരു വിഷയം കാരണം നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കാരണം
ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം വിസിയർ പോലത്തെ പുതിയ പുതിയ എയർലൈൻസ് അതെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി, അതേപോലെ തന്നെ ടാബ് പോലത്തെ പ്ലാറ്റ്ഫോം. അപ്പം ട്രാവൽ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ട്രാവൽ ചെയ്യാം. ഈ പറഞ്ഞ ഈ ചെറിയൊരു സാലറി സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് ഉള്ളിൽ നിന്ന് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ട്രാവൽ ചെയ്യാൻ. അതുപോലെ UAE ഈ കിർഗിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ കുറിച്ച് ഒരുപാട് ആളുകൾ ഇപ്പം നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട് കിർഗിസ്ഥാനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത്. അതൊരു നാച്ചുറലി കണക്റ്റഡ് ആയി കിടക്കുന്ന നല്ലൊരു സ്ഥലം തോന്നുന്നു. കിർഗിസ്ഥാൻ എന്നത് ചുറ്റും മൗണ്ടെയിൻസ് കവർ ചെയ്ത ഒരു രാജ്യം കിർഗിസ്ഥാൻ. അതുപോലെ തന്നെ എവിടെ പോയാലും പുഴകൾ, അതായത് റിവേഴ്സ്, എവിടെ പോയാലും പുഴകൾ കാണാറുള്ളത്. അപ്പൊ UAE പോലത്തെ ഈ ബിസി നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ചുറ്റും കവർ മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നദികൾ ഒഴുകുന്ന ഒരു സ്ഥലം. ആ നദിയുടെ ചാരത്തായിട്ട് കുതിരകളും വന്ന് പുല്ലുമേഞ്ഞ് കിടക്കുന്ന നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്നെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന ആ ഒരു സ്ഥലം നമ്മൾ നേരിട്ട് കാണുകയാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അതെ. അപ്പൊ ഈ UAE പോലത്തെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത വർഷങ്ങളോളം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ കിർഗിസ്ഥാൻ പോലത്തെ, അതെ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളിൽ പോയാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള കണക്ഷൻ കറക്റ്റ് നമുക്ക് അത് പോയി അനുഭവിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് മാത്രമല്ല, നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങരോട്, കേരളത്തിലെ ഏറ്റവും വലിയ ട്രാവലർ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സഞ്ചരിച്ചു, അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെൽക്കമിങ് കിട്ടിയ രാജ്യം ഏതാണെന്ന്. അവർ ഫസ്റ്റ് പറഞ്ഞ കാര്യം CIS കൺട്രികളാണ്. കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ ഒരു കൂട്ടം രാജ്യങ്ങൾ. അവർ ഭയങ്കര വെൽക്കമിങ് ആണ് നാട്ടുകാർ. അവർ നമ്മളെ സ്വീകരിച്ച് സൽക്കരിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയി എന്താണ് അവർക്കും അവരെ കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ അതിന്റെ ഒരു പാട്ട് നമുക്കും തരും. അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെയും അവരെ ട്രീറ്റ് ചെയ്തു. പിന്നെ വലിയ നമുക്കുണ്ടെങ്കിൽ ഓണറേ വേണം, പ്രത്യേകിച്ച് ഇന്റർനാഷണാലിറ്റിക്ക്. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളിൽ ഓണറേ വേണം. UAE പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിസയുടെ സർവീസ് ഉണ്ട്, അതും ബജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പം മാത്രമല്ല ഒരുപാട് ആളുകൾ ഇപ്പം യാത്ര ചെയ്യാൻ വേണ്ടി ട്രാവൽ ഏജന്റുമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാവൽ ഏജന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുന്നതും അല്ലാതെ നമ്മൾ സ്വയം തന്നെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു അല്ലെ അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് സ്വയം തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നതും തമ്മിലുള്ള എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? മെയിൻലി ആൾക്കാരെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇപ്പൊ സോളോ ട്രാവലേഴ്സ് ഉണ്ട്, ഹിച്ച് ഹൈക്കിങ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഇതേപോലെ നമ്മൾ ട്രാവൽ ഏജന്റിനെ കണക്ട് ചെയ്ത് ഒരു ഫുൾ പാക്കേജ് സെറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ. ഇപ്പൊ മെയിൻലി നമ്മളിപ്പോ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ഒരു സംഭവമാണ് ഉദ്ദേശിക്കണമെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ അവിടുത്തെ എയർപോർട്ടിലെത്തി അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സെറ്റ് ചെയ്യണം, ഒരു ഹോട്ടൽ നമ്മൾ അറ്റ് എ ടൈം ബുക്ക് ചെയ്യണം, അതുപോലെ ഒരു ഗൈഡ്, നമ്മളൊന്നും അറിയാതെ വി ആർ ഗോയിങ് ഔട്ട് സൈഡ് ഫ്രം അവർ കംഫർട്ട്. സോ നമ്മൾ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ആ ഒരു ഹസിൽ ഒഴിവാക്കാനാണ് മെയിൻലി ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിന്റെ കൂടെ ഒന്നാമത് ഒരു ട്രാവൽ ഏജന്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വി വിൽ ബി സേഫ്, നമ്മൾ സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വി വിൽ നോട്ട് മിസ് എനി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്. നമ്മൾ സോളോ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ നമ്മൾ മിസ്സാവും. മാത്രമല്ല A to Z കാര്യങ്ങൾ വെൽ പ്ലാൻഡ് ആയിരിക്കും. തീർച്ചയായും ഒരു ട്രാവൽ ഏജന്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിരിക്കും അവർക്ക് അറിയാം, അതായത് ഇത്ര സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് പ്ലേസ് ടു യുവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ യു വിൽ ഹാവ് ദിസ് മച്ച് ഓഫ് ട്രാവൽ ടൈം. അപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് നമ്മളെ കംപ്ലീറ്റ് ട്രാവൽ പ്ലാനുകളും ചേഞ്ച് ചെയ്യാൻ കഴിയും. ചരിത്രങ്ങൾ പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നത് ചരിത്രങ്ങളെ കുറിച്ച് പഠിക്കാനാണ്. ചില ആളുകൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഏത് സ്ഥലവും യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററികൾ നമ്മൾ പഠിക്കേണ്ടതാണ്, ചരിത്രങ്ങൾ. അതായത് യുഗപുരുഷന്മാരെ യാത്ര ചെയ്ത് പോയ താമസിച്ച സ്ഥലങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ ആ സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എത്രത്തോളം വാല്യുബിൾ ആണ് ഈ സ്ഥലം. അത്തരം കാര്യങ്ങളും കൂടെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യം, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് നമ്മളെല്ലാവരും കൺസെപ്റ്റ് എന്താണ്? ഇറ്റ്സ് എ വെൽ ഓർഗനൈസ്ഡ് കൺട്രി. അവിടെയുള്ള ആളുകളെല്ലാവരും ഒരു Z ജനറേഷനിലേക്ക് പോയ ആളുകൾ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നമ്മളെ നാട്ടിൽ ആദിവാസികൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു മലനിരകളുടെ മുകളിൽ പ്രത്യേക വസ്ത്രധാരണവും കാര്യങ്ങളും, അതായത് ആഴ്ചയിൽ ഒരു തവണ മാത്രം കുളിക്കുന്ന അല്ലെങ്കിൽ മുടിയും കാര്യങ്ങളൊന്നും കൃത്യമായി വൃത്തിയാക്കി കൊണ്ട് നടക്കാത്ത ഒരു ടൈപ്പ് ആളുകൾ ഇപ്പോഴും ട്രൈബൽസ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. ആ രാജ്യത്ത് ആ സ്ഥലത്ത് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര പോയിട്ട് കുറേ വീഡിയോസൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന പല സംഗതികളും മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളതാണ്. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ, എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ.